ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പലപ്പോഴും നമുക്ക് ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടോ ഒക്കെ നമുക്ക് ആമസോൺ പേ ഗിഫ്റ്റ് കാർഡ് ലഭിക്കാറുണ്ട്. അങ്ങനെ കിട്ടുന്ന ഗിഫ്റ്റ് കാർഡുകൾ നമ്മൾ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പല ആളുകൾക്കുള്ള ഒരു ഡൗട്ടാണ് എങ്ങനെയാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്രാൻസ്ഫർ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തുടർന്നും ഇതുപോലെ ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് നമ്മൾ ആമസോൺ പേയുടെ ആപ്ലിക്കേഷനോട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ തന്നെ നിങ്ങളും ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ തന്നെ പേ എന്ന് പറയുന്ന ആമസോൺ പേയുടെ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ അതിലാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആമസോൺ പേ ബാലൻസിൻ്റെ ഈ ഒരു സെക്ഷനിലോട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റത്തെ ഓപ്ഷൻ ആയിട്ടുള്ളതിൻ്റെ തൊട്ടപ്പുറത്ത് ആമസോൺ പേ ബാലൻസ് എന്ന് കാണിക്കുന്നുണ്ടല്ലോ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ 107 രൂപ മാത്രമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 5000 രൂപയുടെ ഒരു ഗിഫ്റ്റ് കാർഡ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം ആ ഒരു ഗിഫ്റ്റ് കാർഡ് എന്ന താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആഡ് എ ഗിഫ്റ്റ് കാർഡ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും താഴത്ത്. അത് ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് കാർഡ് എൻ്റെ പിൻ നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എനിക്ക് കാർഡ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എൻ്റർ ചെയ്തു. ദെൻ ആഡ് ഗിഫ്റ്റ് കാർഡ് ടു ബാലൻസ് എന്ന് കാണിക്കുന്നുണ്ടല്ലോ, ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കാർഡ് കിട്ടുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ ആദ്യം ആഡ് ചെയ്യുക നിങ്ങളുടെ ബാലൻസിലേക്ക്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മുടെ ബാലൻസ് ഇവിടെ ഞാൻ 5000 രൂപയാണ്. ഇവിടെ 5000 രൂപയുടെ ഒരു ഗിഫ്റ്റ് കാർഡായിരുന്നു, ഞാൻ അതിവിടെ ആഡ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് ആഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന ഈ ഒരു പേജിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിലായിട്ട് ആദ്യം അക്കൗണ്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മുടെ ഫുൾ നെയിം എൻ്റർ ചെയ്യണം, ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യണം, ദെൻ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യണം. അതിന് താഴത്ത് വരുന്ന പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളൊരു ഫോൺ നമ്പർ, ആ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. OTP കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഈ ഒരു പേജിലോട്ട് വരാവുന്നതാണ്. ഇത് നമുക്ക് സ്റ്റാർട്ട് KYC വെരിഫിക്കേഷൻ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് KYC വെരിഫിക്കേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു KYC, വളരെ ചെറിയതാണ്, ഞാൻ വഴിയെ കാണിച്ചു തരാം. നിങ്ങൾ മൊത്തത്തിൽ കണ്ടതിന് ശേഷം മാത്രം ചെയ്യുക. ദെൻ പ്രൊസീഡ് KYC എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ ഡിജി ലോക്കറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആധാർ കാർഡും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആധാർ കാർഡും പാൻ കാർഡൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം താഴത്ത് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ പ്രോസസ്സിംഗ് റിക്വസ്റ്റ് ബട്ടൺ കാണുന്നുണ്ട്, കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ KYC വെരിഫൈഡ് എന്ന് കാണിക്കുന്നുണ്ട്. ദെൻ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ നിങ്ങൾക്കിവിടെ മേക്ക് പേയ്മെൻറ്റ് ഫസ്റ്റ് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യാണ്ട് ആർക്കാണോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് ചെയ്യുക, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലാണെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട്. അപ്പോൾ നമ്മുടെ പാൻ കാർഡ് കൊടുത്തതിന് ശേഷം വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ നിങ്ങൾക്ക് സേവ് ബെനിഫിഷ്യറി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡും എൻ്റർ ചെയ്യാനുള്ള ഒരു പേജ് വന്നിട്ടുണ്ട്. അത് എൻ്റർ ചെയ്തിട്ട് സേവിങ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മളിവിടെ ബെനിഫിഷ്യറി ആഡായി. ദെൻ അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ദെൻ താഴത്ത് കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള പേജ് വരുന്നുണ്ട്. ആഡ് മെത്തേഡ് എന്ന് കാണിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ആഡ് മെത്തേഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, കാർഡും വാലറ്റും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ വാലറ്റാണ് യൂസ് ചെയ്യേണ്ടത്, കാരണം നമുക്ക് ആമസോൺ പേയിലെ വാലറ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും വാലറ്റ് നെയിം ആണ് നമ്മൾ ആദ്യത്തെ ബോക്സിലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളവിടെ ആമസോൺ പേ എന്ന് തന്നെ നിങ്ങൾ വാലറ്റ് നെയിമായിട്ട് എൻ്റർ ചെയ്യുക. ദെൻ നിങ്ങൾ ആമസോണിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുത്തതിന് ശേഷം സേവ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും താഴത്ത്, അതും കൂടിയും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇതുപോലൊരു പേജ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആമസോൺ പേയുടെ ഗിഫ്റ്റ് കാർഡ് ഇവിടെ ആമസോൺ പേയുടെ അക്കൗണ്ട് ഇവിടെ കാണാൻ പറ്റും. ഞാനത് സെലക്ട് ചെയ്തതിന് ശേഷം താഴത്ത് വന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മേക്ക് പേയ്മെൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് ട്രാൻസാക്ഷൻ ലിമിറ്റ് 48,000 രൂപ വരെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു എമൗണ്ട് ഇതിൽ ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാനിപ്പം നമ്മൾ നമ്മുടെ അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ആ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ എൻ്റർ ചെയ്യുക. ദെൻ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ എമൗണ്ടും കാര്യങ്ങളൊക്കെ പോകുന്നതും അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ബില്ലിംഗ് എമൗണ്ട് വന്നിട്ടുള്ളത് 4850 രൂപ, പ്ലാറ്റ്ഫോം ചാർജ് എന്നത് 154 രൂപ, GSTയും എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഏകദേശം 5067 രൂപ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നമുക്ക് ഓഫേഴ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാവുന്നതാണ്. ഈ ഫ്രീ ഓഫേഴ്സ് അവൈലബിൾ എന്ന് പറയുന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നിങ്ങളും ചെയ്യുന്ന സമയത്ത് ഓഫീസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് വിൻ അപ് ടു 150 ക്യാഷ് ബാക്ക് ഓൺ ആമസോൺ പേ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ അത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആമസോൺ പേയുടെ ഒരു ഓഫറാണ്. ഇതിൽ
മറ്റുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളും പറ്റും. നമ്മൾ ആമസോൺ പേയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ആമസോൺ പേയിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം കുറച്ചും കൂടി എമൗണ്ട് നമുക്ക് ഓഫറിൽ ലഭിക്കുന്നതായിരിക്കും. ദെൻ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പ്രൊസീഡ് ടു പേ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ അവിടെ നിങ്ങൾ ആമസോൺ പേയുടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതായത് ആമസോൺ പേ ആപ്ലിക്കേഷൻ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മൊബൈൽ നമ്പറും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് മെത്തേഡിൽ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഈ ഒരു പേജാണ് മറ്റുള്ളത്. സെലക്ട് ചെയ്യുക പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഏകദേശം 5067 രൂപയാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത്. ഓക്കെ, എൻ്റെ ഇപ്പം ഏകദേശം 6000 രൂപയാണ് ഉള്ളത് ആമസോൺ പേ ബാലൻസിൽ. ദെൻ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് പേ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടല്ലോ, ഈ ഒരു യെല്ലോ ബട്ടൺ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു മെസ്സേജ് ആമസോൺ പേയിലേക്ക് നിങ്ങൾക്ക് വരുന്നതാവണം. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബാർ നോക്കിയാൽ തന്നെ ആമസോൺ പേയിൽ നിന്ന് ഇതുപോലെ റിക്വസ്റ്റ് വന്ന് കിടക്കുന്നുണ്ടാവും. ആ റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആക്സെപ്റ്റ് എന്ന ബട്ടൺ കാണാൻ പറ്റും, അല്ല അപ്രൂവ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും. നിങ്ങൾക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്താൽ മതി, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ ഓട്ടോമാറ്റിക്കലി ബാക്കിലേക്ക് വരും. ഇത് നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് താഴത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 1 ടോട്ടൽ ട്രാൻസാക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എത്ര രൂപയാണ് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുള്ളത് എന്നതൊക്കെ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. 4850 രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് റിസീവ് ആകുക. ഓക്കെ, 5067 രൂപ നമ്മൾ കൊടുത്തു, അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ ഒഴിച്ച് ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് 4850 രൂപയോളം നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളായിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആമസോൺ പേയിലിട്ടുള്ള ഗിഫ്റ്റ് കാർഡ് ബാലൻസ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.